എന്താ മറച്ചു വെച്ചത്? കാര്യം എന്താന്ന് പറ. സീത, വെയിറ്റ് 1 സെക്കൻഡ്. ആശീർവാദം മാത്രം മതി നമ്മൾ ഇൻവിറ്റേഷൻ കാർഡിൽ നീറ്റായിട്ട് പ്രിന്റ് ചെയ്തതാ. പക്ഷെ കല്യാണത്തിന് വന്നവരെല്ലാം ഗിഫ്റ്റ് തന്നിട്ട് പോയി. അതെന്തിനാ? രണ്ടുപേര് പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ സന്തോഷം കൊണ്ടല്ലേ, അല്ലേ? ഇങ്ങനെ ഒരു സ്പെഷ്യൽ മൊമെന്റില് ഒരു ഭർത്താവായ എനിക്ക് എന്റെ സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നില്ലേ? സാധാരണയായിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതായത് നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അതവര് റിജക്റ്റ് ചെയ്യാതെ സ്വീകരിക്കണം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പിടിക്കേ. ഇതെന്താ റാം? പിടിക്കേ, തുറന്നു നോക്ക്. റാം, ഈ വീട് പിന്നെയും നിങ്ങൾ എന്റെ പേരിലേക്ക് തന്നെ മാറ്റിയോ? ഇതിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? നിന്റെ പേരിലാണെങ്കിലും എന്റെ പേരിലാണെങ്കിലും എന്ത് ഡിഫറൻസാ ഉള്ളത്? ശരിയാണല്ലോ. ഇതിപ്പോ നിന്റെ പേരിലാണെങ്കിൽ എന്താ വ്യത്യാസം? എനിക്കൊന്നും അറിയേണ്ട സീത. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അറ്റ് എനി കോസ്റ്റ് നീ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞ സമ്മതിക്കില്ലല്ലോ. അതുള്ളതാ. എനിക്കൊരു സാധനം തരാനുണ്ട്. ഓ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ണടയ്ക്കാൻ പറഞ്ഞില്ലേ, അതുപോലെയാ? ഓ, കണ്ണടച്ച് നിൽക്കണം അല്ലേ? ഓക്കെ ഓക്കെ. വൗ, such a nice gift. ഇതാർക്കാ? എനിക്കാ? വേറെ ആർക്കാ? ഇറ്റ്സ് വെരി ലവ്ലി. താങ്ക്സ് സീത. നിനക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ഹാപ്പി ലൈഫ്. താങ്ക് യു സോ മച്ച്. എന്തായാലും നീ എക്സ്പെൻഡന്റ് എനിക്ക് തന്നില്ലേ, അതെപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ മുകളിലുണ്ടാവും. അതുപോലെ നിന്നെയും സിഹിമോളെയും ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. Thank you so much for your lovely gift. Sita, I really love you a lot. Thank you, Ram. And I love you too. നീ എന്തിനാ എന്റെ റൂമിലേക്ക് വന്നേ? ഇത് നിന്റെ റൂമാണോ? സോറി, എനിക്കറിയില്ലായിരുന്നു. പ്രിയനെ കണ്ടായിരുന്നോ നീ? അതായത് പ്രിയ ആന്റി. അനിയൻ എന്നെ നീ വിളിക്കണ്ട. ഈ വീട്ടിലുള്ളവർ മാത്രം എന്നെ അനിയെന്ന് വിളിച്ചാ മതി. കോൾ മീ അനികേത്, ഓക്കേ? ഞാനും ഈ വീട്ടിലുള്ളതാ. ആയിക്കോട്ടെ, നിനക്കിനി അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല. ദേഷ്യമൊന്നും തോന്നണ്ട. നീ ഈ വീട്ടിലുള്ളതല്ല. ഞാനും ഈ വീട്ടിലുള്ള ഒരാളാണെന്ന് എല്ലാരും പറയുന്നേ. നീ ഈ വീട്ടിലുള്ളതാണെങ്കിൽ നിനക്ക് മാത്രം ഒരു റൂം ഉണ്ടാവുമായിരുന്നു. പക്ഷേ നീ ഗസ്റ്റ് റൂമിലാ നിൽക്കുന്നേ. നീ വെറും ഗസ്റ്റ് മാത്രമാ. കുറച്ച് ദിവസം നിന്നിട്ട് പോ നീ. ഗസ്റ്റോ? അല്ല അനികേത്, സീതമ്മ ഇനി ഇവിടെയല്ലേ ഉണ്ടാവുക? ഞാനും അമ്മയുടെ കൂടെ ഉണ്ടാവും. നോ, ഇത് നിന്റെ വീടല്ല. നീ ഒരു ഗസ്റ്റ് മാത്രമാ. ആദ്യം ഇവിടുന്ന് പോയേ. എനിക്ക് കിടന്നുറങ്ങണം. എനിക്ക് കുറച്ചു ദിവസം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗസ്റ്റ് ആണോ? എനിക്ക് സീതമ്മയുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? ആന്റി, നിങ്ങൾക്ക് പ്രിയാന്റി എവിടെയാ ഉള്ളതെന്ന് അറിയോ? ഗസ്റ്റ് റൂമില് എന്ന് വെച്ചാ നിന്റെ റൂമില്. അത് ഗസ്റ്റ് റൂം ആണോ ആന്റി? ആദ്യം ഗസ്റ്റ് റൂം ആയിരുന്നു, ഇപ്പൊ അത് നിന്റെ റൂമായില്ലേ.
രാമൻ പറഞ്ഞു മലേഷ്യയിലേക്ക് പോയതാന്ന്. എന്നോട് പറഞ്ഞ ഞാൻ എന്തെങ്കിലും പറയുന്ന കരുതി അങ്ങോട്ട് പോയി കളഞ്ഞു. ആയിക്കോട്ടെ, ജോലി ഇമ്പോർട്ടൻ്റ് അല്ലേ. എടാ അശോക, എനിക്കിന്ന് എത്ര സന്തോഷമായെന്നറിയാവടാ. എനിക്ക് എൻ്റെ കൊച്ചുമോൻ്റെ കല്യാണം കാണാൻ പറ്റി. ഈ സമയത്ത് എനിക്ക് നിന്നോടെന്താ പറയണ്ടെന്ന് പോലും അറിയില്ലടാ. എന്നാലും നിന്നോട് ഇത്രയും ദിവസം പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ എനിക്ക് പറയാൻ തോന്നണടാ മോനെ. താങ്ക് യു വെരി മച്ചടാ. ഞാൻ നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന പോലെയാ നീ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ എത്ര തവണ നീ എനിക്ക് ജീവൻ തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയൂ. എടാ, ഈ കിളവന്റെ കാര്യത്തിൽ നിനക്ക് ഇത്ര സ്നേഹവും കരുതലൊക്കെ ഉണ്ടല്ലോടാ. എനിക്ക് നീ മറ്റൊരാളല്ലടാ, എൻ്റെ രാമനെ പോലെ തന്നെ. ഇന്നത്തെ എൻ്റെ സന്തോഷത്തില് നിന്റെ ഭാഗം വളരെ വലുതാണ്. ഇപ്പോ എൻ്റെ കൺമുന്നിൽ നീ ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ പോടാ, എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ലടാ. ജോലിയെ കഴിഞ്ഞിട്ട് വേഗം വരണം കേട്ടോ. അവരൊക്കെ ചിലപ്പോ വീട്ടിലേക്ക് പോയി കാണും. ആണോ? മോൾക്ക് ഉറങ്ങാറായോ? വാഷ്റൂമിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല, വേണ്ട. നിന്റെ ബാഗ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഡ്രസ്സൊക്കെ വാർഡ്രോബിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. മോള് കിടന്നോ? ലേറ്റ് ആയില്ലേ? ക്ഷീണം തോന്നുന്നില്ലേ നിനക്ക്? എന്താ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കണോ? ഇവിടെ ഒന്നും പേടിക്കേണ്ട. ബെഡ് ലാമ്പ് ഇവിടെ എപ്പോഴും എനി ടൈം ഓൺ ആയിരിക്കും. ഇതുവരെ ഞാൻ സീതമ്മയെ വിട്ട് ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. എനിക്ക് നല്ല പേടിയാവും. ആന്റി, എന്റെ തലേന്ന് സീതമ്മയുടെ അടുത്താ ഉള്ളേ. അതില്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഞാനത് എടുത്തിട്ട് വരാമേ. അമ്മേ, നിക്കതാ വരുന്നു. എന്തിനിങ്ങനെ മുട്ടുന്നേ? അയ്യോ, എന്താ പ്രിയ? ഇതൊന്ന് പിടിച്ചേ. എന്തു പറ്റി പ്രിയ? പ്രിയ എന്തു പറ്റി? എങ്ങോട്ടേ ഓടുന്നേ? അമ്മ നിക്കമ്മ, വല്ലാണ്ട് ഛർദിക്കാൻ വരുന്നു. ഛർദിലോ? പ്രിയ, ഇത് സത്യമാണോ? ഇതിലിനി എന്ത് സത്യമാ? വയറിനൊക്കെ എന്തോ പോലെ, തലയൊക്കെ കറങ്ങുന്ന പോലെ. ഒന്ന് ഛർദിക്കാൻ പോലും സമ്മതിക്കില്ലേ? അയ്യോ പ്രിയ, നിന്റെ നാവ് പൊന്നാവട്ടെ. എത്ര നല്ല കാര്യം നീ പറഞ്ഞേ. പ്ലാനിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വൈകിപ്പിക്കുമെന്ന് കരുതി പേടിച്ചിരിക്കുമായിരുന്നു. കല്യാണം ഇത്തിരി വൈകിയാലും കൊച്ചുമോനെ തരാൻ വൈകിപ്പിച്ചില്ലല്ലോ. നീ സമാധാനമായിട്ട് നന്നായിട്ട് ഛർദിച്ചിട്ട് വാ. നിനക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. അമ്മേ, അമ്മ പറഞ്ഞത് സത്യമാണോ? ഓ ഗോഡ്, അശോക് എന്റെ കൂടെ ഈ സമയത്ത് ഇല്ലാണ്ട് പോയല്ലോ. ഐ മിസ് യു അശോക്. ഈ കാര്യങ്ങളൊന്നും ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു ക്യൂട്ടായിട്ടുള്ള സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് പറയാം. അശോക്, a sweet surprise is waiting for you. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഏയ് ജൂനിയർ ബഡ്ഡി ബംഗാരമ്മ, എങ്ങോട്ടേ പോകുന്നേ? റൂമിലേക്ക്. റൂമിലേക്കോ? നിന്റെ റൂം അതിന് പുറത്തല്ലേ? എന്തിനാ അങ്ങോട്ട് പോയത്? സീതമ്മയുടെ റൂമിലേക്ക്. സീതമ്മയുടെ റൂമിലേക്കോ? സിഹി, നീയല്ലേ മുമ്പിൽ നിന്ന് ഈ കല്യാണം നടത്തിയത്? കല്യാണം കഴിഞ്ഞ പിന്നെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്ക്? കല്യാണം കഴിഞ്ഞ ഞാൻ സീതമ്മയുടെ കൂടെ കിടന്നുറങ്ങാൻ പാടില്ലേ? എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ നിങ്ങള് വളരെ ഇന്റലിജന്റാ, വളരെ സ്മാർട്ടാന്നൊക്കെയല്ലേ കരുതിയത്. ഇത്ര പോലും വിവരമില്ല സിഹിമോൾക്ക്.
ശരി പോട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്കെല്ലാം പറഞ്ഞു തരാം. ഓക്കെ? ഇനി മുതല് സിഹിയുടെ റൂം ഇവിടെ, സീതമ്മയുടെ റൂം അവിടെ. ഓക്കെ? എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ശീലമില്ല ബഡ്ഡി ബംഗാരി അമ്മ ആന്റി. അതൊക്കെ ശീലമായിക്കോളും മോളെ, ശീലമാക്കിയല്ലേ പറ്റൂ. ഇനി അങ്ങോട്ട് എല്ലാം മാറി മറിയാൻ പോവാ. ഇനി മുതല് നിന്റെ ഫ്രണ്ട്, അതായത് രാമൻ മാത്രമേ സീതമ്മയുടെ മുറിയിലുണ്ടാവൂ. മോൾക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അയ്യോ, കുഞ്ഞിന്റെ മുഖം ആകെ വാടിയല്ലോ. അമ്മയുടെ കല്യാണം നടത്താൻ നിനക്ക് സന്തോഷായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞപ്പോ ആ സന്തോഷൊക്കെ എവിടെ പോയി? നിനക്കൊരു കാര്യം അറിയോ? നിന്റെ സീതമ്മ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കുമ്പോ മാത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലാതെ നീയുള്ളപ്പോഴല്ല. മാഡത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എന്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ അച്ഛൻ്റെ അമ്മേനെ കൂടെയാണല്ലോ കിടക്കുന്നത്. ഞാനും എന്താ കിടന്നാ കുഴപ്പം? പാവം നിന്റെ ഫ്രണ്ട്സ്, അവർക്ക് ഇത്രയൊന്നും ഐശ്വര്യം ഉണ്ടാവില്ലല്ലോ. ഐശ്വര്യയോ? ആരാ അവര്? നിന്റെ ഫ്രണ്ട്സിന് ഇത്രയധികം റൂംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അവരുടെ വീട്ടിലൊക്കെ ഒരു ഒറ്റ റൂമല്ലേ കാണൂ. അതുകൊണ്ട് അവരച്ഛന്റെ അമ്മയുടെയും കൂടെയായിരിക്കും ഉറങ്ങുക. പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ. ഈ വീട്ടിലാണെങ്കിൽ ഒരുപാട് റൂംസ് ഉണ്ടല്ലോ. മോളുടെ റൂം അവിടെയാ. ചെല്ല്, വേഞ്ചിന്ന് ഉറങ്ങാൻ നോക്ക്. ആ ശരി. പക്ഷേ എനിക്ക് എന്റെ തലേണില്ലാതെ ഉറക്കം വരില്ല. സീതമ്മയടുത്ത് ഞാൻ അത് എവിടെയാന്ന് ചോദിച്ചിട്ട് വരാം. സീതമ്മ, സീതമ്മ, സിഹി, സീതമ്മ. സിഹി. സീത, നോക്ക്, ഈ വാർഡ്രോബ് മുഴുവൻ നിന്റെയാണ്. നിനക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുക അപ്പൊ നീ അറേഞ്ച് ചെയ്താൽ മതി. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കരുത്. വർക്കേഴ്സിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. സീതമ്മ. സിഹി വിളിച്ചോ? എല്ലാവരുടെ അടുത്തും ചാടി മറിഞ്ഞിട്ടുള്ള വരവാത്. ഇന്ന് മുഴുവൻ അവൾ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിച്ചിട്ടുണ്ടാവും. ക്ഷീണിച്ചാ പോലും അറിയില്ല. കാലുവേദന കൈവേദന എന്ന് പറഞ്ഞ് കരയും. ആണോ? എന്നാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം ആരുടെ അടുത്താ ചാടി മറിയുന്നതെന്ന്. സീത, നിനക്ക് ഫ്രഷപ്പ് ആണെന്നോ ചേഞ്ച് ചെയ്യണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിയെ മതി. ഫീൽ കംഫർട്ടബിൾ. ഓക്കെ? ടേക്ക് യുവർ ഓൺ ടൈം. സീകുട്ടാ, എന്തുപറ്റി? എന്താ കാര്യം? പേടിച്ചോ? ഒന്നുമില്ല ഫ്രണ്ട്. അല്ല അല്ല അച്ഛാ, അത് പിന്നെ എന്റെ തലേണിയില്ലേ, സീതമ്മ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതെവിടെയാന്ന് ചോദിക്കാൻ വന്നതാ. അതില്ലെങ്കിൽ എനിക്ക് ഉറക്കമേ വരില്ല. ഓ, അതാണോ കാര്യം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലെന്ന് കരുതി നിന്നെ ഇവിടെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. സിഹി, ഇവിടെയായിരുന്നു. അപ്പോ അവൾക്ക് തലേണ വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. അവൾക്ക് സീതമ്മ തന്നെ എടുത്തു കൊടുക്കണമെന്ന്. സിഹിമോളെ, നിനക്ക് ആന്റി പുതിയ തലോണ തരാം. അനികീതിന്റെ അടുത്ത് കണ്ടില്ലേ ആനയുടെ തലയുള്ള തലോണ, എലിഫന്റ് പില്ലോ? അതുമ്മ തലയൊന്ന് വെച്ചാലുണ്ടല്ലോ അപ്പൊ തന്നെ ഉറക്കം വരും. ഓക്കെ അല്ലേ? വാ. എനിക്ക് ഒരു എലിഫന്റ് പില്ലോയും വേണ്ട. എനിക്ക് എന്റെ തലേണി മതി. അതില്ലാതെ എനിക്ക് ഒട്ടും ഉറക്കം വരില്ല അച്ഛാ. സിഹി മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇറ്റ്സ് ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി കിടന്നോളൂ മേമ. നിങ്ങൾ ടയേർഡായി കാണും. അപ്പോ ഇവിടെ ഇറ്റ്സ് ഓക്കെ മേമ. അപ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ ഉറങ്ങാൻ പറ്റുമോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഉറങ്ങാറില്ലേ, അതുപോലെയാണോ? ഓഫ് കോഴ്സ് ചക്കരെ. ഇനി അങ്ങോട്ട് നിനക്ക് ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങാം. ഹാപ്പി? ഹാപ്പി. ഗുഡ് നൈറ്റ് മേമ. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്. ഗുഡ് നൈറ്റ് ബഡ്ഡി ബംഗാരി അമ്മ ആന്റി. ദാ പിടിച്ചോ നിന്റെ തലയണം. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവില്ലേ, അപ്പൊ ഈ തലയണയും നിന്റെ കൈ തന്നുവിടാം.
സീതമ്മ, ഏത് ഭർത്താവിന്റെ വീട്? ഞാൻ എങ്ങോട്ടും പോവില്ല. ഇപ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെ തന്നെ പറയും. എന്നിട്ട് അച്ഛനെയും അമ്മയും വീട്ടിൽ പോകാനല്ലേ നിനക്ക്? ഞാൻ എങ്ങോട്ടും പോവില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിക്കണം. നിക്കട്ടെ? നിക്കട്ടേന്നോ? വട്ട് യു മീൻ? സീമോളെ, നീ ലൈഫ് ലോങ് ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. സീത, വൺ മോർ തിങ്. എന്റെ മകളെ ഞാൻ ഒരിക്കലും പെട്ടെന്ന് കെട്ടിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇവളെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഓൾസോ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവളെ ഇവിടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടില്ല. അവൻ വേണം ഇവിടെ വന്ന് നിന്നോട്ടെ. കാരണം ഇവളെപ്പോഴും എന്റെ കൂടെ തന്നെ വേണം. അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങേണ്ടി വരില്ലല്ലോ. നിങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാലോ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി മോളെ, അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കാൻ പെർമിഷൻ ചോദിക്കണോ? ചക്കരെ, ദിസ് ഇസ് യുവർ ഹൗസ്. നിനക്ക് എവിടെ കിടക്കണോ അവിടെ നീ കിടന്നു. ഫീൽ ഫ്രീ. ഓക്കെ? ഇപ്പോ ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് കിടന്നു. നല്ല ക്ഷീണം കാണില്ലേ? അച്ഛാ, കൈതാ. ഓക്കെ. സീതമ്മ, നിന്റെ കൈതാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ കിടന്നുറങ്ങാറെന്ന് അവരെപ്പോഴും എന്നോട് പറയാറുണ്ട്. എനിക്ക് അതേപോലെ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ സത്യായി. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സത്യമാവും മോളെ. ഡോണ്ട് വറി. ഓക്കെ? അല്ല, കല്യാണം കഴിഞ്ഞ റൂമില് എന്തിനാ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നേ? അഞ്ജു, എനിക്ക് എന്തോ ഒരു സന്തോഷമുണ്ടെന്ന് അറിയോ മോളെ? ആ, നിന്റെ ചേച്ചി പ്ലാനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞ് വൈകിപ്പിച്ചില്ലല്ലോ. എന്റെ ഭാഗ്യം. നോക്കാലോ, ഇനിയെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒരു ഒതുക്കം വന്നോളൂ. നിങ്ങൾ വിചാരിച്ചതുപോലെ ചേച്ചി പ്രഗ്നന്റ് ആണെങ്കിൽ എനിക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ ടെസ്റ്റ് ചെയ്യിക്കാതെ നമ്മുടെ ഊഹത്തിന് നമ്മൾ ഓരോന്ന് ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. നീയും തുടങ്ങിയോ? ആ, നിങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെയാണോ? നിങ്ങളുടെ കോഴി കൂവിയാ മാത്രമേ നേരം വെളുക്കുള്ളൂ. അല്ലേ എനിക്കൊട്ടും ബുദ്ധിയില്ലെന്ന് കരുതിയോ അഞ്ജു? എത്ര പെൺകുട്ടികളുടെ പ്രസവത്തിന് ഞാൻ പോയിട്ടുണ്ട്. കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? എനിക്കെന്തായാലും ഒരു മകളെ ഉള്ളൂ. പക്ഷെ എന്റെ കൂടെ പിറന്നവർക്കെല്ലാം മക്കള് 3 എണ്ണം വെച്ചാ. അതൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷേ ഒന്നും മിണ്ടാതിരിക്കാൻ അഞ്ജു, നിനക്കൊന്നും അറിയില്ല. എന്റെ കൂടെ വാ. പ്രിയ, എങ്ങട്ടാ? നോക്ക്, നിനക്ക് വേണ്ടി ഗുലാബ് ജാമും മൈസൂർ പാക്കും വേറെ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും കഴിച്ചോ, എടുക്ക്. ഇത്രയൊക്കെ സ്വീറ്റ്സ് എനിക്കാണോ? വേണ്ട അമ്മേ, സോ സോറി. കുറച്ചെങ്കിലും കഴിക്ക്. ഈ സമയത്തെ നല്ല വിശപ്പുണ്ടാവൂ. നോക്ക്, വലിയൊരു സ്വീറ്റ് ന്യൂസ് പറഞ്ഞിട്ട് നീ സ്വീറ്റ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഒരേ ഒരു കഷ്ണം. ആ അമ്മ, ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. എനിക്ക് വേണ്ട അമ്മേ. പറ്റില്ലെങ്കിൽ കഴിക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ ഓക്കാനം വരുന്നതും ഛർദിക്കാൻ വരുന്നതും ഒക്കെ കോമണാ. പേടിക്കാൻ നിക്കണ്ട. നമ്മുടെ അടുത്ത വീട്ടിലെ സാവിത്രി അമ്മ എന്തോ ഒരു ലേഹ്യം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഫോൺ ചെയ്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം. അമ്മേ, എന്നാലും നമുക്കൊന്ന്. അയ്യോ അഞ്ജു, ഒന്നും മിണ്ടാതിരിക്കെ. ഇവള് പറഞ്ഞത് നീയും കേട്ടില്ലേ? ഓക്കാനോ എന്നൊക്കെ. വയറ്റിലുള്ളപ്പോഴാ ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ തോന്നാറ്. നീ അടങ്ങിയിരിക്കെ. ഇതിനൊക്കെ ടെസ്റ്റ് വേണം? ഒരാവശ്യമില്ല. ചെറിയ കഷ്ണം മോളെ. ആ, മിടുക്കി. അയ്യോ, നിങ്ങക്ക് രണ്ടാൾക്കും അറിയില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചേ? എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്ക് ഉറക്കം വരുന്നില്ലേ? ക്ഷീണമില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ക്ഷീണമൊന്നും അറിയുന്നേ ഇല്ല. നാളെ മേഡത്തിന് റെസ്റ്റേ ഉണ്ടാവില്ല. ഓർമ്മയുണ്ടല്ലോ അല്ലേ? യാ ചക്കരെ, ഇറ്റ്സ് ടു ലേറ്റ്. ഇപ്പോ നീ സൈലന്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോളാം. പക്ഷെ കഥ പറഞ്ഞാ മാത്രമേ ഞാൻ ഉറങ്ങുള്ളൂ. സീതമ്മ, ഇന്ന് നീ എനിക്ക് കഥ പറഞ്ഞു തരണ്ട. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നോളൂ. കഥയാണോ? ഏത് കഥ പറഞ്ഞു കൊടുക്കും ബേബിക്ക്? കാറ്റർപില്ലർ അല്ലേ? അതൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സോ പണ്ടൊരു ദിവസം ഒരു ബിഗ് മദർ ബട്ടർഫ്ലൈ ഇങ്ങനെ പാറി പാറി ഹാപ്പിയായി നിന്നെ പോലെ വന്ന് ഒരു ഇലയിൽ വന്നിരുന്ന ഒരു കുഞ്ഞു മുട്ടയിട്ടിട്ട് പോയി.
എന്നിട്ട് തന്നെ വയറ് നിറയുമ്പോ ആ ബട്ടർഫ്ലൈ എന്താ ചെയ്യുക? നേരെ സിഹിമോളെ പോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സിലൊക്കെ പോയിരുന്ന് അതിന്റെ നെക്ടറൊക്കെ വലിച്ചങ്ങ് കുടിക്കും. റാം, താങ്ക് യു. എന്തിന്? സീത, come. എന്താ? വാ, ഞാൻ പറയാം. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ